കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. എത്ര നാളായില്ലേ ഒരു വലിയ വീഡിയോ ഇട്ടിട്ട്? ഷോർട്ട് വീഡിയോ മാത്രമാണ് ഞാൻ ഇടുന്നുള്ളൂ. കാരണം എനിക്ക് സമയം കിട്ടാറില്ല. എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഷോർട്ട് വീഡിയോ കൂടി ചിണ്ടനെയും വീടും ഒക്കെ കാണിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാൾ വരെ വലിയ വീഡിയോ ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴൊക്കെ ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഹൃദയം നിറയെ സ്നേഹം അറിയിക്കുകയാണ്. ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചിണ്ടൻകുഞ്ഞി കുറേ ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം മഴ കുനുകുനാന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കണു. രാത്രി ഇന്നലെ കുറച്ച് മഴയുണ്ടായിരുന്നു, ഇന്നിപ്പോൾ കുറച്ച് മഴയുണ്ട്. രാത്രിയാകുമ്പോഴേക്കും കാര്യമായിട്ട് പെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ചിണ്ടൻകുഞ്ഞി അമ്മ എനിക്ക് വൈകുന്നേരം ഒന്നും കറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അവനൊരു കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണു, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ അടുത്ത് അവൻ കിടക്കണ കണ്ടപ്പോൾ പറഞ്ഞു അവൻ അസുഖമാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അത് അവൻ്റെ കുഞ്ഞിലെ വന്നപ്പോൾ മുതലുള്ള ശീലമാട്ടോ. വെള്ളം കണ്ടാൽ കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങും, ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവം അവനുണ്ട് കേട്ടോ. ഈ പാത്രമൊക്കെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും അമ്മണിക്കും ഒക്കെ വെച്ച് കൊടുത്ത ക്യാറ്റ് ഫുഡാണ് അവർ ബാക്കി വെച്ചേക്കണ കണ്ടോ. പക്ഷേ നമ്മുടെ ചിണ്ടൻകുഞ്ഞി ഒരു ഭക്ഷണം പോലും, ഒരു തരി ഭക്ഷണം പോലും വെറുതെ കളയില്ല കേട്ടോ. അവൻ നല്ല കുട്ടിയാണ്. അസുഖമാണെങ്കിൽ മാത്രമാണ് അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുള്ളൂ. അതിൽ നിന്നാണ് അവൻ അസുഖമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കണത്. അവൻ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, കളിക്കാണ്ടേക്ക് ഇരിക്കുകയാണെങ്കിൽ അവൻ അസുഖമാണെന്ന് എനിക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ മാസം അങ്ങനെ ചെറുതായിട്ട് വയ്യാണ്ട് വന്നുള്ളൂ. അത് വിരയുടെ പ്രശ്നമായിരുന്നു. വിരയുടെ മരുന്ന് കൊടുത്തു, അവനൊരു കുഴപ്പമില്ല കേട്ടോ. അവൻ്റെ തൂക്കമൊക്കെ ഞാൻ നോക്കാറുണ്ട്. അവൻ കുറച്ച് വണ്ണപ്പോൾ കൂടിയിട്ടുണ്ട് കണ്ടോ. അവൻ മെടുക്കനായിട്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. പക്ഷേ സങ്കടമാണ്, കാരണം മഴ. അപ്പോൾ അവന് മഴയത്ത് കളിക്കാൻ പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ വൈകുന്നേരം ഇങ്ങനെ കറങ്ങും. പിന്നെന്താ പറയുക, എൻ്റെ ചെടികളെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോകാൻ പോണത്. ചെടികളെയും എൻ്റെ ചിണ്ടൻകുഞ്ഞിനെയും ഇട്ടിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോകാൻ പോണത്. അതിനെക്കുറിച്ച് പറയാം. സങ്കടമൊക്കെ ഉണ്ട് നന്നായിട്ട്, വളരെ സങ്കടമുണ്ട്. എൻ്റെ ചെടികളും എൻ്റെ പൂച്ചകളും, ഇവൻ മാത്രമല്ല മറ്റേ പൂച്ചകളും ഒക്കെ സങ്കടമാണ് എല്ലാവരും ഇട്ടിട്ട് പോണത്. തവളകൾ ചെറുതായിട്ടിരുന്ന് കരയുണ്ട് കേട്ടോ. ഇപ്പോൾ തവളകൾ ഇവിടെയാണ് കിടന്നിരുന്നത്, ഈ പറമ്പിൽ. അവിടെയായിരുന്നു അവരുടെ തവളക്കുളം എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചെറിയൊരു കുളം പോലെ വെള്ളം വരും. പക്ഷേ നമ്മുടെ പള്ളിയിലത്തെ ആൾക്കാർ ആ പറമ്പ് അവരുടെ പാർക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ചേക്കാണ് അതിൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ നികത്തി വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി തവളകൾ വേറെ സ്ഥലത്തിരുന്ന് കരയാണ്. അവരുടെ വെള്ളം പോയേന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിയുടെ ഇടയിൽ വന്നിരുന്ന് കരയാണ്. അപ്പോൾ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. കാരണം പ്രേംചേട്ടൻ വേണമല്ലോ വെള്ളം ഒഴിക്കാനായിട്ട്, ഞാനിവിടെ ഇല്ലല്ലോ. അപ്പോൾ ചില ചെടികൾക്ക് വെള്ളം കൂടുതൽ വേണം, ചിലതിന് വെള്ളം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി നേരെയാക്കി വെച്ചേക്കാണ്. എൻ്റെ പ്രേംചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെടികളൊന്നും നശിപ്പിക്കരുത്, എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം. ഇവർക്കൊന്നും അധികം വെള്ളം വേണ്ട, ചിലർക്കൊക്കെ നന്നായിട്ട് വെള്ളം വേണം. ഇതൊക്കെ പോർച്ചിലിരിക്കണോണ്ട് അത്ര വെള്ളം വേണ്ട, എങ്കിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാറ്റിയൊക്കെ വെച്ച് ഇന്ന് മൊത്തം പണിയായിരുന്നു കേട്ടോ. ഇന്ന് മൊത്തം എനിക്ക് ജോലിയായിരുന്നു, എൻ്റെ ചെടികൾ മാറ്റുന്ന പണിയായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ ചെടികളെയും എൻ്റെ ചിണ്ടനെയും പിരിഞ്ഞു പോകുന്നതിൽ വളരെ വിഷമമുണ്ട്. എന്താ പറയുക, ചെടികൾ എൻ്റെ ഒരു 5ാം ക്ലാസ് മുതൽ, അതിലും മുമ്പ് പൂച്ചകളുണ്ട്. ഒരു 5ാം ക്ലാസ് മുതലൊക്കെ ചെടികൾ നട്ട് വളർത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവരെയൊക്കെ പിരിഞ്ഞു പോകുന്നൊരു സങ്കടമുണ്ട്. പിന്നെ വീഡിയോ കോളിൽ കൂടെയൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും അയ്യോ ചിണ്ടൻകുഞ്ഞിനെ ഇട്ടിട്ട് പോവാണോ, എങ്ങനെ പോകാൻ തോന്നും, സങ്കടമാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ല സങ്കടമാവും. എന്താ പറയുക, സ്വന്തം മക്കളെ ഇട്ടിട്ട് പോണ സങ്കടം തന്നെയാണ് എനിക്ക്. പക്ഷേ എൻ്റെ മോളുടെ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞാൻ പോണത്. അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ മോളുടെ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞാൻ പോണത്. അവൾ തൃശ്ശൂരാണ്. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടാണ് ആദ്യത്തെ പ്രസവം ഉണ്ടാവുക. പക്ഷേ ഇവർ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കണതുകൊണ്ട് അവിടെ തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധം. അവർ തൃശ്ശൂർ കണിമംഗലത്തുള്ള സൈമർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കാണിക്കണത് കേട്ടോ. ഇവർ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അത് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ കൂടെ പോയി നിൽക്കണമല്ലോ. അവിടുത്തെ അമ്മയുണ്ട്, എന്നാലും ഞാനും കൂടെ പോയി നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പോണത്. അവൾ ഇവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വളരെ ചിറ്റമാരുടെ മക്കളുടെ മക്കൾക്കൊക്കെ കുട്ടികളുണ്ടായതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടി ഉണ്ടാവുന്നത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മുടെ ചിണ്ടൻകുഞ്ഞിനും വലിയ ഇഷ്ടമാണ് ചേച്ചിയെ. അപ്പോൾ ചിണ്ടൻകുഞ്ഞിനെ ഇട്ടിട്ട് പോണത് എനിക്ക് മനസ്സോടെ അല്ല, എൻ്റെ ഹൃദയം എന്താ പറയുക കുത്തുന്ന വേദനയോട് കൂടിയാണ് ഞാൻ പോണത്. പക്ഷേ ഇവിടെ പ്രേംചേട്ടനുണ്ട്, അവൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കണം. കറങ്ങാനൊന്നും പോവില്ല. ഫുഡൊക്കെ അവന് കൃത്യമായിട്ട് കൊടുക്കും. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും അമ്മിണിക്കും ഒക്കെ ഫുഡ് പ്രേംചേട്ടൻ പാത്രങ്ങളിലാക്കി വെക്കും. ഞാൻ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കേട്ടോ.
ഇവിടെ നിറയെ പാത്രങ്ങൾ വെച്ചിട്ട് അതിലെല്ലാം ഫുഡ് നിറച്ച് വെക്കും. അവർക്ക് ക്യാറ്റ് ഫുഡ് ആണെങ്കിലും മതി കേട്ടോ. പിന്നെ പ്രേംചേട്ടൻ രാവിലെ വൈകുന്നേരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ പാല് കുടിക്കും. അവർക്ക് പാലും മീനും ഒക്കെ പ്രേംചേട്ടൻ കൊടുക്കും. അവരങ്ങനെ എപ്പോഴും കഴിക്കാൻ വരാറില്ല, 2 നേരമൊക്കെ വരുള്ളൂ. ചിണ്ടൻകുഞ്ഞിയെ പോലെയല്ല. അപ്പോൾ ചിണ്ടൻകുഞ്ഞിക്കും ഭക്ഷണം അകത്തൊക്കെ റെഡിയാക്കി വെക്കും. അവൻ കഴിച്ചോളും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കാണാത്ത വിഷമത്തിൽ എവിടെയും പോവരുതിട്ടോ കുഞ്ഞാ, അമ്മയെ കാണാണ്ട് എവിടെയും ഓതി പോവരുതിട്ടോ കുഞ്ഞൻ. വിലക്ക് നനഞ്ഞിരിക്കുക, തവളെ നോക്കാൻ പോയി അതിനിടയ്ക്കൊന്ന്. അപ്പോൾ അതുകൊണ്ട് പിടി വെട്ടിയപ്പോൾ അവന് പേടിയായിട്ട് ഇങ്ങോട്ട് കയറിപ്പോന്നു. അപ്പോൾ അതാണ് എനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ വീഡിയോ കോളിൽ കാണാം അവൻ്റെ സംസാരിക്കും വീഡിയോ കോളിൽ. പിന്നെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ എനിക്ക് അറിയാൻ പറ്റും അവൻ ഇടയ്ക്കൊക്കെ പോകണേ, എങ്ങനെയൊക്കെ ചെയ്യണേ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും അപാകത തോന്നിയാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളെ വിളിച്ച് ഞാൻ പറയും, അവളൊന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണം. എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ചിണ്ടൻകുഞ്ഞിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ തന്നെ ഇരിക്കാനായിട്ട്. ഞാൻ പോയിട്ട് ചിലപ്പോൾ ഒരു 1.5 മാസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും, എന്നിട്ടേ ഞാൻ വരുള്ളൂ. അത്രയും നാളിൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എനിക്ക്. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ കുഞ്ഞിയെ. അപ്പോൾ എന്താ പറയുക, എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയും ഇട്ടിട്ട് പോലെ സങ്കടമാണ്. നിങ്ങളും ആ ഒരു സാഹചര്യം ആകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾ പോകും. ഞാൻ ടൂറൊന്നും പോണതല്ല, വർഷങ്ങളായിട്ട് ഈ ടൂറ് പോകും. 1-2 ദിവസം ടൂറ് പോകുമ്പോൾ തന്നെ ഇവനില്ലാത്ത കാലത്തും വേറെ പൂച്ചകളുണ്ടല്ലോ, അയ്യോ അവർക്ക് ഭക്ഷണം എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അവർക്ക് പിന്നെ ക്യാറ്റ് ഫുഡ് പുറത്ത് വെച്ചിട്ട് കൊടുക്കാനായിട്ട് ഏൽപ്പിക്കാറുണ്ട് ആരെങ്കിലുമൊക്കെ. അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവൻ അകത്ത് വളരുന്ന പൂച്ച ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർക്ക് കുഴപ്പമില്ല, ഫുഡ് പുറത്ത് വെച്ചാൽ അവർ കഴിച്ചോളും. ഇവനകത്താണല്ലോ എപ്പോഴും, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യം എനിക്കിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. ഇങ്ങനെ അകത്ത് അങ്ങനെ വളരുന്ന പൂച്ചകൾ ഉണ്ടായിരുന്നില്ല. ഇവനാണ് ആദ്യമായിട്ട് ഇങ്ങനെ അകത്ത് തന്നെ എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്ന പൂച്ചക്കുട്ടിയായിട്ട് മാറിയത്. കുട്ടിയല്ല, വലിയ കുട്ടി. അപ്പോൾ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ വലിയ വീഡിയോയിലാണല്ലോ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ സ്പീഡിൽ പറയുകയാണ്. കാരണം വലിയ മഴ വന്നാൽ എനിക്ക് അകത്തേക്ക് കയറി പോകേണ്ടി വരും. ഇടിവെട്ട് വന്നാലും പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് വേഗം പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഹൃദയം നിറയെ സ്നേഹം അറിയിക്കുകയാണ്. നിറയെ സ്നേഹം. ഓരോരുത്തരുടെ കമൻറ്റ് കാണുമ്പോൾ സത്യം സന്തോഷം കൊണ്ട് കണ്ണ് നിറയും കേട്ടോ. അത്ര സ്നേഹമാണല്ലോ എന്നെയും ചിണ്ടനെയെന്ന് ആലോചിക്കുമ്പോൾ. ചിണ്ടൻകുഞ്ഞ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ കുറച്ച് ദിവസം അവന് വിഷമം ഉണ്ടാവുമായിരിക്കും. പിന്നെ അവൻ അതിനോട് അഡ്ജസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രേംചേട്ടനായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റാണ്. എപ്പോഴും മടി കയറിയിരിക്കും, കൊഞ്ചും. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വാതിൽ വീണ്ടും തുറക്കണം, കാരണം പ്രേംചേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൻ സന്തോഷമായിട്ട് ഇരിക്കുന്നതന്നെ എൻ്റെ വിചാരം. കുഞ്ഞാ, അപ്പോൾ നമുക്ക് എല്ലാവരോടും ടാറ്റ പറഞ്ഞാലോ? നോക്കിയോ, ടാറ്റ പറയാമോ എല്ലാവരോടും? ടാറ്റ പറഞ്ഞേക്കാം. ഇങ്ങ് നോക്കിയാൽ ടാറ്റ പറഞ്ഞേക്കാം. എല്ലാവർക്കും ചിണ്ടൻ്റെ വക ടാറ്റ.